ടിക്കറ്റ് ഇതര വരുമാനത്തിൽ KSRTCയുടെ നട്ടലായിരുന്ന കൊറിയർ സർവീസിന്റെ പ്രവർത്തനം നിലച്ചു. സ്വകാര്യ കമ്പനിയെ നടത്തിപ്പ് ഏൽപ്പിച്ചതോടെയാണ് KSRTC കൊറിയറിന്റെ പ്രവർത്തനം താളം തെറ്റിയത്. തൊഴിലാളികൾക്ക് മാസങ്ങളായി ശമ്പളവുമില്ല. ബുക്കിംഗ് ഇല്ല കേട്ടോ. നമുക്ക് ഒരു കൺസൾട്ടേഷൻ കിട്ടുന്നവരെ ബുക്കിംഗ് വേണ്ട ചെയ്തെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് 3-4 ദിവസം കൊണ്ട് നമ്മൾ ബുക്കിംഗ് എടുക്കുന്നില്ല. KSRTCയുടെ കൊറിയർ സെന്ററിലെത്തിയാൽ ഇതാണ് അവസ്ഥ. കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് വരെ നന്നായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന പദ്ധതിയാണ് നടത്തിപ്പിലെ പിടിപ്പുകേടിൽ നിലച്ചത്. 16 മണിക്കൂർ കൊണ്ട് കേരളത്തിൽ എവിടെയും സാധനങ്ങൾ എത്തിക്കും. അതായിരുന്നു KSRTC കൊറിയറിന്റെ പ്രത്യേകത. ഇപ്പോൾ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും സാധനങ്ങൾ കിട്ടാത്ത അവസ്ഥയുണ്ട്. 48 ഡിപ്പോകളിൽ പലയിടത്തും കൊറിയറിന്റെ ഓഫീസ് പൂട്ടി. തിരുവനന്തപുരത്ത് പാഴ്സൽ എടുക്കുന്നില്ല. നേരത്തെ നടത്തി വന്നിരുന്ന കമ്പനി അധികൃതരുടെ അനാസ്ഥയും അതുപോലെ തന്നെ അവർക്ക് ലഭിക്കേണ്ട സൗകര്യങ്ങളുടെ പരിമിതിയുമാണ് ഇത് നിർത്താൻ കാരണമെന്നാണ് അന്വേഷിച്ച് ബോധ്യപ്പെട്ടത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഇത്തരം സെന്ററുകളൊക്കെ ഇപ്പോൾ ഭാഗികമായും പൂർണ്ണമായും പലയിടത്തും നിർത്തിവെച്ചിരിക്കുകയാണ്. വളരെ സാധാരണ മനുഷ്യർക്ക് ഉപയോഗപ്രദമായി പദ്ധതി വീണ്ടും സർക്കാർ ഇടപെട്ട് പുനഃസ്ഥാപിക്കാനുള്ള നടപടികളുണ്ടാകണം. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്താണ് കൊറിയർ നടത്തിപ്പ് ആന്ധ്രാപ്രദേശ് ആസ്ഥാനമായ സ്വകാര്യ കമ്പനി സിംഘു സൊല്യൂഷൻസിന് നൽകിയത്. ഇതോടെ തൊഴിലാളികൾക്ക് ശമ്പളം പോലും ഇല്ലാതെയായി. കൊറിയർ വഴി അയക്കുന്ന സാധനങ്ങൾ സുരക്ഷിതമായി ആളുകളിലേക്ക് എത്തുമെന്നും കരുതാനാകില്ല. കാരണം ഈ ബോക്സ് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇത് എലി കരണ്ടിയതാണ്. ഇത് മാത്രമല്ല, തൊട്ടപ്പുറത്തൊക്കെ എലി കരണ്ടിയ പെട്ടികൾ നമുക്ക് കാണാം. സാധനങ്ങൾ അയക്കാൻ KSRTCയെ കൂടുതലും ആശ്രയിച്ചിരുന്നത് സാധാരണക്കാരാണ്. കൊറിയർ പദ്ധതിയുടെ ഓട്ടം നിലച്ചതോടെ KSRTCയുടെ വിശ്വാസ്യതയ്ക്കും മങ്ങലേറ്റു. KSRTC കൊറിയറിന്റെ നടത്തിപ്പ് സ്വകാര്യ കമ്പനിക്ക് നൽകിയപ്പോൾ അത് കൃത്യമായി കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് സർക്കാരും മാനേജ്മെന്റും നോക്കിയില്ല. അതുകൊണ്ടാണ് ഈ സംവിധാനം ആകെ താളം തെറ്റിയത്. പ്രേം ശശിക്കൊപ്പം AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.